ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെട്ടിനാട് എഗ്ഗ് കറിയാണ്. അതിനു വേണ്ടി 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങ, തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. ശേഷം അല്പം ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. അധികം കരിയാതെ നോക്കണം, കാരണം പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റൗവിൽ ഒരു പാൻ വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മുടെ തേങ്ങാക്കൂട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചൂടാറിയതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. ശേഷം സെയിം പാൻ തന്നെയാണ്, അതിലേക്ക് 1/2 ടീസ്പൂൺ ടു 1/4 ടീസ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കരിയാതെ നോക്കുക. ശേഷം പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്നര മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം മാറ്റാം. സെയിം പാനിൽ തന്നെ അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. വേപ്പില, പച്ചമുളക് നടുകെ കീറിയത് 2 എണ്ണം, വലിയുള്ളി ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയാണ്. 1 ടൊമാറ്റോ ബോയിൽ ചെയ്ത് സ്കിന്നൊക്കെ മാറ്റി ജ്യൂസ് അടിച്ചത്, അത് ചേർത്ത് നല്ലപോലെ പാകം ചെയ്തെടുക്കാം. ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ശേഷം നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂട്ടും അരച്ചതാണിത്, അത് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ച് എടുക്കാം. ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 2 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച് റോസ്റ്റ് ചെയ്ത മുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് എഗ്ഗ് കറി ഇവിടെ റെഡിയായി. അപ്പം, ദോശ ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.